ഞാൻ മഷ്റൂം മസാല എങ്ങനെ വെക്കാന്ന് കാണിച്ചു തരാം. ഇതെന്റെ സ്ഥിരം റെസിപ്പിയാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഞാൻ എനിക്ക് തോന്നുമ്പോൾ തോന്നിയ പോലെ ഉണ്ടാക്കും. അപ്പൊ ഇന്ന് എങ്ങനെ ഉണ്ടാക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി എടുക്കണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവോള. ഞാനൊരു 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ? മഷ്റൂം. ഞാനൊരു 3 പാക്കറ്റ് മഷ്റൂമാണ് മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം മഷ്റൂമൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കണം. ഞാനൊരു മഷ്റൂമിനെ 4ആയിട്ടാട്ടോ കട്ട് ചെയ്തിടുന്നത്. എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ, സ്റ്റവ് കത്തിക്കുക, കുറച്ച് വലിയൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പട്ടയും 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഇനി സവാളയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം ഒരടപ്പിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. സവാള നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കേടാണ്. ഞാനിപ്പോൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന തൈര് യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ തൈര് ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തു, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഞാൻ ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിറയെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് മഷ്റൂമിൽ നിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങും. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കുക. മഷ്റൂമിന് വലിയ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. മാക്സിമം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. പിന്നെ പാത്രത്തിൻ്റെ മൂടി തുറന്ന് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ മഷ്റൂം മസാല റെഡിയാവും. നിങ്ങൾക്ക് എന്ത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ സംഭവം സെറ്റായ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.